ഞാൻ ചേച്ചി വരുന്നുണ്ടോ വരുന്നപ്പോഴെന്നൊരു സുഖമില്ലാത്ത പോലെ കാലിങ്ങനെ കൊച്ചിട്ട് വന്നിരുന്നു. എനിക്ക് ഒട്ടും നടക്കാൻ വയ്യായിരുന്നു. ഞാൻ അവിടെ ഇരുന്നെങ്കിലും വേദന തിന്നുന്നിരിക്കുമായിരുന്നു. തടവിത്തടത്ത് 5 മിനിറ്റിനുള്ളിൽ എന്താ സംഭവിച്ചത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തോ. ചേച്ചി ഓടുന്ന കാണുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേച്ചിയുടെ കണ്ണിലൊക്കെ വെള്ളം തരുന്നു. എനിക്ക് സങ്കടം സഹിക്കുന്നില്ല. അത്രയും സന്തോഷമുണ്ട്. എനിക്ക് നടന്ന് കയറാൻ പറ്റിയത്. ഞാൻ എൻ്റെ വീട്ടിലും സ്റ്റെപ്പ് കയറാറില്ല. നിന്ന് ഞാൻ പരിപാലിച്ചിട്ടോ വീട്ടിലെ ജോലി ചെയ്തിട്ടോ ഏതാണ്ട് ഒത്തിരി നാളായി. ഏതാണ്ട് 3 മാസത്തിൽ കൂടുതലായി. ഞാൻ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ ആളുകൾക്ക് ഞെട്ടില്ലോ. ഇപ്പം വന്ന് കണ്ടപ്പോഴുണ്ടല്ലോ ഞങ്ങൾക്ക് സത്യം പറയാൻ ഒരു അതിശയം പോലാണ് തോന്നിയിരിക്കുന്നത്. കുറച്ച് ആളുകൾ ഞാൻ അവിടെ പോയി, എനിക്ക് അതിന് റിസൾട്ട് ഒന്നും ഉണ്ടായില്ല, ഇതൊരു തട്ടിപ്പാണെന്നൊരു ഞാൻ ഓപ്പണായിട്ട് പറയണം കേട്ടോ. ഇത്ര ആളുടെ മുന്നിൽ വെച്ച് ഓപ്പണായിട്ട് സംസാരിക്കാണ്ട് പോകുന്നില്ലോ. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് പെരുമ്പാവൂരുള്ള കേട്ടോ. പെരുമ്പാവൂര് ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലം അന്വേഷിച്ച് വന്നതാണ്. എന്താ വരാൻ കാരണം വെച്ചാൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതായത് കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, വേദനകളൊക്കെ. അതായത് ഒരാൾ നടന്നു വരാൻ കഴിയാത്ത ഒരു വ്യക്തി ഈ വൈദ്യ ഗുരുകുലത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ ഒരു കളരിമർമ്മ ചികിത്സ കൊണ്ട് പിന്നെ അദ്ദേഹം നടന്നു പോകുന്നു. അപ്പോൾ അങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഇക്ക അവിടെ നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഒത്തിരി വണ്ടികൾ ഇവിടെ ഒക്കെ എടുക്കുന്നത് കാണാം. ഇതൊക്കെ ഇതേമാതിരി തന്നെ ട്രീറ്റ്മെൻറ്റ് ഒന്നാണ്. നമസ്കാരം. പേരെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാസിം. ഇവിടെ വന്ന വണ്ടികളുടെ എല്ലാം നമ്പറുകൾ നോട്ട് ചെയ്യുക, അവരുടെ ഫോൺ നമ്പർ മേടിക്കുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിക്കാം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് നമ്മളിത് ക്ലിയർ ചെയ്ത് പോകണമെന്ന് മാത്രമേ. ഞാനേ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ ആളുകളൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഒത്തിരി ആളുകൾ ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ ഈ കാൽമുട്ട് വേദന അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത ആളുകൾ അങ്ങോട്ട് പോകുന്ന തിരിച്ചു വരുമ്പോൾ നടന്നു വരുന്നിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ സത്യത്തിൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കളരിയുടെയാണ് ശരിക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കും സുഖമായിട്ട് നടന്നു പോകാൻ പറ്റും. ഇവിടെ ആംബുലൻസ് വന്ന ആൾക്കാരും സുഖമായിട്ട് നടന്നാണ് പോയേക്കുന്നത്. വണ്ടിയിൽ കിടന്നു വന്ന ആൾക്കാരും സുഖമായിട്ട് അവിടെ പോയി നോക്കിയിട്ട് എന്താണെന്നുള്ളത് അവിടെ പോയി നോക്കി നോക്കാം, എന്താ മനസ്സിലാക്കാം. ഈ സൈഡ് സ്റ്റോക്ക് വന്നതാണ്. അങ്ങനെ സ്റ്റോക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുരുക്കളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് നമ്മുടെ ഇവിടെ മുതൽ പിടിച്ച് വലിച്ച് നിവർത്തി ഒരു 2 ആഴ്ച ഞാനിവിടുത്തെ ട്രീറ്റ്മെൻറ്റ് മരുന്ന് കഴിച്ചോടുകൂടി എൻ്റെ ഭാഗം ഓക്കെ ആയി. ഞാൻ തന്നെ വിചാരിച്ചില്ല ഇത്രയും ക്ലിയറായിട്ട് കൈയൊക്കെ പൊങ്ങി ഈസിയായിട്ട് കയറി പോരുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചില്ല. സാറേ ഈ ഫോൺ നമ്പർ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വരുന്നവരുടെ ഫോൺ നമ്പറൊക്കെ എഴുതി വെക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവിടെ പേരെന്ന് പറയാം. റിസൺ. പേര് ഇവിടെ ആദ്യമായിട്ട് വരികയാണോ? ആദ്യമായിട്ടല്ല, ഞങ്ങള് ഒരു 3 മാസം ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് അസുഖം ഭേദമായിട്ട് വരുന്നതാണ്. 3 മാസം ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം വരികയാണ്. അതായത് 3 മാസം മുന്നേ വരുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? അവർക്ക് നടക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇവിടെ മറ്റുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നോ? സ്റ്റെപ്പൊന്നും കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നടക്കാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നുണ്ടെങ്കിൽ ഒരു 1-2 മാസം ഒരു അനങ്ങാൻ പറ്റാണ്ട് കിടക്കായിരുന്നു. ഇവിടെ ശരിക്കും വന്ന് അന്ന് തന്നെ ഭേദമായി സത്യം പറഞ്ഞാൽ. അത് ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞു, ഒരാൾ നടക്കാൻ കഴിയാത്ത ഒരാളോട് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ നടന്നിട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 15 ദിവസം ഒരു പേരൊന്നും പറയാനുള്ള ഒരു ഹോസ്പിറ്റലിൽ കിടന്നു. അതിനുശേഷം ഒരു 2-3 വർഷം ശേഷം വേറെ 15 ദിവസം വേറൊരു ഹോസ്പിറ്റലിൽ കിടന്നുണ്ട്. പിന്നെയും ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ പോയിട്ട് ചേച്ചി ഞാൻ ചോദിക്കട്ടെ, സത്യാവസ്ഥ എന്താ വെച്ചാൽ പറയണ്ട. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു പോകുമ്പോൾ തന്നെ അത് ഒരു ഭേദമായമായി തോന്നി എന്ന് പറയാം. സത്യമാണോ? സത്യം തന്നെയാണ്. നടക്കാൻ പറ്റിയിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ നടക്കാൻ പറ്റിയിരുന്നില്ല. ഇല്ല, പതുക്കെ നടന്നിരുന്നുള്ളൂ. പക്ഷെ ഇവിടുന്ന് തിരിച്ചു പോയപ്പോ നല്ല സ്പീഡിലാണ് നടന്നു പോയത്. പിന്നെ അതിന് ശേഷം അങ്ങനെ ഒരു വേദന ഉണ്ടായില്ല. അപ്പൊ എന്താണ് അവിടുത്തെ ട്രീറ്റ്മെന്റ്? എങ്ങനെ എന്താണ്? ഉഴിച്ചിലായിരുന്നോ? ഒഴിച്ചിലല്ല, മർമ്മ ചികിത്സ വന്ന്. അപ്പൊ സുഹൃത്തുക്കളെ, വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ മറ്റൊരു ഫാമിലിനെ പരിചയപ്പെട്ടു. ചേട്ടന്റെ പേര് വിഷ്ണു എന്നാണ്. വീടവിടെ? വീട് വൈറ്റില. അമ്മയുടെ അല്ലേ? ഓക്കെ. അപ്പോ ശരിക്ക് ഇവിടെ ആദ്യമായിട്ട് വരികയാണോ? അല്ലല്ല, ഞങ്ങളിപ്പോ കഴിഞ്ഞു. ഇപ്പൊ അതിനുശേഷം ഒരു റിവ്യൂവിന് കഴിഞ്ഞു പറഞ്ഞാൽ എത്ര മാസം മുന്നേ? ഇപ്പൊ ഒരു 4 മാസം കഴിഞ്ഞു. അതെ. 4 മാസം എനിക്ക് മരുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു? എനിക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ട് കാലിന്റെ മസിൽ ക്രാഷ് ആയി പോയായിരുന്നു. അതോടൊപ്പം തന്നെ വാരിയലിന് ഒടിവുണ്ടായിരുന്നു. ഇപ്പോ അത്യാവശ്യം എനിക്ക് ബ്രീത്തിങ് വരുമ്പോ നടക്കാൻ പറ്റുന്നുണ്ടല്ല. എന്റെ വൈഫും അമ്മയും കൂടി താങ്ങി പിടിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത്. എനിക്ക് വലത്തെ കാല് താഴെ കുത്താൻ പറ്റില്ലായിരുന്നു. ഇന്ന് ഞാൻ കാർ ഓടിച്ചു വന്നു. എന്താ പറയാ, ഞാൻ ആദ്യം വന്ന ദിവസം എന്നെ ഇവര് ഓടിച്ചിട്ടാണ് വിട്ടത്.
എന്നെ താങ്ങി പിടിച്ചോണ്ട് കൊണ്ടുവന്ന് എന്നെ ഓടിച്ചിട്ടാണ്. എന്തായാലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. പിന്നെ ഞാൻ എന്താണെന്നറിയോ, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് കണ്ട ഒരു കുഴപ്പമില്ല, എനിക്ക് വലത്തെ കാല് താഴെ കുത്താൻ പറ്റില്ലായിരുന്നു. അപ്പൊ ശരിക്കും ഇതാണ് ആ ഒരു സ്ഥലം അല്ലേ? ഇതാണ് ഇവിടെ വെച്ചായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ, കളരിയിൽ വെച്ചായിരുന്നു ക്ലാസ്. എന്റെ ട്രീറ്റ്മെന്റ് ഇവിടെ വെച്ചായിരുന്നു. ചേട്ടൻ്റെ വീട് എവിടെ? എൻ്റെ വീട് വൈറ്റില അല്ലേ? അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മുടെ ആ ഒരു കളരി ചികിത്സാ ആശ്രമത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ ചോദിച്ചിരുന്നുണ്ട്, ഡോക്ടറെ എനിക്കൊന്ന് കാണണം, നേരിട്ട് ഒന്ന് കണ്ട് സംസാരിക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ ഇവിടുത്തെ സ്റ്റാഫിനോട് സംസാരിച്ചു. അപ്പോൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാണാം അല്ലേ? ഇത് ശരിക്കും ഒരു പഴയ ഒരു തറവാടാണോ? ആണ്. ഒരുപാട് വർഷം പഴക്കമുണ്ട്. ഇതിന്റെ പ്രത്യേകത ഇതൊരു 8 കെട്ടാണ്. 8 കെട്ടാണ്. അതെ. ഇവിടെ ഒരു നടുമുറ്റമുണ്ട്. ആ ഭാഗത്ത് ആ ചെടികൾ വളർന്നു നിൽക്കുന്ന അവിടെ ഒരു നടുമുറ്റം. അതെ. എത്ര വർഷം പഴക്കമുണ്ടാവും? 100 വർഷത്തിൽ കൂടുതൽ പഴക്കം ഉണ്ടാവുന്നല്ലേ? നമ്മൾ എത്ര വർഷമായിട്ട് ഇവിടെ? ഞാനിത് എന്റെ 1 വർഷം കംപ്ലീറ്റ് ആവാറ്. അതെ. ഇവിടെ ഒത്തിരി പേരുണ്ടോ? ഒരുപാട് പേരുണ്ട്. കൂടുതൽ പേരും ചികിത്സയ്ക്ക് വേണ്ടി വന്ന് ചികിത്സിച്ച് ഭേദപ്പെട്ട് ഇവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു. മനസ്സിലായില്ലേ? ഒന്നുകൂടി പറഞ്ഞേ. ചികിത്സയ്ക്ക് വേണ്ടി വന്ന് ചികിത്സിച്ച് ഭേദപ്പെട്ട് ഇവിടെ തുടരാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ചികിത്സയ്ക്ക് വന്നതാണോ? അതായത് ഒരു രോഗമായിട്ട് ഇവിടെ വന്നതാണോ? അതെ. പേരെന്ന് പറഞ്ഞേ? എന്റെ പേര് സമഗ്ര. എന്തായിരുന്നു രോഗം? എനിക്ക് മുട്ടിന് പ്രശ്നമായി, ഒട്ടും നടക്കാൻ പറ്റാതെയായി. 2 ഡോക്ടേഴ്സിനൊക്കെ കണ്ടിട്ട് എനിക്ക് തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. 2 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ വന്ന് കംപ്ലീറ്റ്ലി സുഖപ്പെട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ കളരി വിദ്യാർത്ഥിനിയുമാണ്. അതെ. അപ്പൊ അങ്ങനെ നിങ്ങളുടെ പോലെ കുറെ പേര് ഇവിടെ ഉണ്ടോ? ഒരുപാട് പേരുണ്ട്. അതായത് രോഗമായിട്ട് ഇവിടെ വരുന്നു, ഇവിടുന്ന് അത് സുഖപ്പെടുമ്പോ ഇവിടെ തന്നെ ഒരു ജോലിക്ക് കയറുന്ന ഒരു അവസ്ഥ. അതെ, ഈ സർവീസ് തുടർന്നു കൊണ്ട് പോകാൻ വേണ്ടി. അതെ അല്ലേ? ഓക്കെ ഓക്കെ. ഇതൊരു നടുമുറ്റാണല്ലേ? ഇതൊരു നടുമുറ്റാണ്. ഓ ഓ ഓ ഓ. സമഗ്രയുടെ വീട് എവിടെ പോ? ശരിക്കും എന്റെ വീട് കണ്ണൂരാണ്. കണ്ണൂരാണ്. അഭിലാഷ് ഡോക്ടർ. ഓ ഓ, നമസ്കാരം നമസ്കാരം നമസ്കാരം. ഞാനൊന്ന് പരിചയപ്പെടായിട്ട് വന്നതാണ്. മൈക്കൊന്നിങ്ങനെ വെച്ചോട്ടെ. അതായത് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമഗ്രയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംസാരിച്ചു എന്ന് പറഞ്ഞു. ശരിക്കും നമ്മളിവിടെ ചെയ്യുന്ന മർമ്മ ചികിത്സയാണ്. ഓ. അപ്പോൾ മർമ്മ ചികിത്സയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ സുഖപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് രോഗികളെ. അപ്പോൾ നമ്മളുടെ ഇവിടെ ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നമ്മളുടെ കളരി പാരമ്പര്യം അതനുസരിച്ച് കളരിയിൽ നിന്നാണ് ഈ ചികിത്സ ഉണ്ടായി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് ആണ് പഠിച്ചിരിക്കുന്നത്. ഞാൻ കോളേജിൽ ഈ പറഞ്ഞ BAMS പഠനം കൂടാതെ ആ കാലഘട്ടത്തിൽ തന്നെ എൻ്റെ ഗുരുവിൻ്റെ അടുത്തു നിന്നൊക്കെ ഈ ചികിത്സ കളരി ഇതൊക്കെ ഞങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു പ്രധാനമായിട്ട് ആയുർവേദത്തിലാണെങ്കിൽ 107 മർമ്മവും അല്ലാതെ കളരിയിലാണെങ്കിൽ 108 മർമ്മമൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ശാസ്ത്രീയതയുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു 10-12 വർഷം ഗുരുവിൻ്റെ കൂടെ നടക്കുകയും അദ്ദേഹം പറയുന്നതനുസരിച്ച് പഠിക്കുകയും ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. നമ്മളൊരു ഗുരുവിൻ്റെ പഠിച്ച പാഠങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ചിലവുള്ളൊരു ട്രീറ്റ്മെന്റ് ആണോ ഇത്? കാരണം പലവരും ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ ഇതുപോലെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഒന്ന് വന്ന് നോക്കാം എന്ന് തോന്നുന്നവർക്ക് പറ്റാവുന്ന ചികിത്സയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും പറ്റാവുന്നതാണ്. നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാലാവുന്ന തുകയൊക്കെ ഇവിടെ ആവുന്നുള്ളൂ. അതായത് ഒരാൾ വരുമ്പോൾ ഒരു 1500 മുതൽ, അതായത് ഒരു മാസത്തെ മരുന്നും ചികിത്സയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. 1500 മുതൽ ഒരു 5000 രൂപ വരെയൊക്കെ ആവാം ഒരു മാസത്തെ മരുന്നും ചികിത്സയൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഡോക്ടറെ അവിടെ നിങ്ങളുടെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതാ കുറേ ആളുകൾ ഇങ്ങനെ കാണാം. ഇവരൊക്കെ ഡോക്ടറെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചിക്ക്, ചേച്ചിയുടെ പേര്? എൻ്റെ പേര് കുഞ്ഞുമോൾ. കുഞ്ഞുമോൾ വീട് വൈറ്റില. ആദ്യമായിട്ട് വരികയാണോ അവിടെ? അല്ല, ഞാനിപ്പോൾ 4ാമത്തെ തവണയാണ് വന്നത്. അതെ. മരുന്ന് നിർത്തി പോവുകയാണ്. അതെ. എന്തായിരുന്നു ഇവിടെ വരാൻ? എനിക്ക് വരാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്പോണ്ടലൈറ്റീസ് ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് ബാക്ക് പെയിൻ, പിന്നെ ഈ കൈക്കൊക്കെ ബലക്കുറവ്. എനിക്ക് വയസ്സ് 67 ഉണ്ട് കേട്ടോ. അതെ. കണ്ട പറയില്ല. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് വന്നത്? അതൊക്കെ ആയിട്ടാണ്. ഞാനപ്പോൾ ന്യൂറോ സർജനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞരമ്പുകൾക്കൊക്കെ ബലക്ഷയമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കൈ കൊണ്ടെല്ലാം കാര്യങ്ങളും ചെയ്യാം, കുഴപ്പമില്ല. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്. എനിക്ക് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഞാൻ ആദ്യമായിട്ട് വരാൻ കാരണം എൻ്റെ അനിയത്തി ഇവിടെ വന്നിരുന്നു. 2 മുട്ടും മാറ്റി വയ്ക്കണം, തേയ്മാനാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അവൾ ഇവിടെ വന്നു കഴിഞ്ഞ് മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് നല്ല കുറവുണ്ട്. 3 മാസം അവൾ മരുന്ന് കഴിച്ചുള്ളൂ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് എൻ്റെ അടുത്തുള്ളൊരു കുട്ടിയോ ഇങ്ങനെ ആക്സിഡൻറ്റിൽ ഇവിടെ വന്നു. ഒട്ടും നടക്കാൻ വയ്യ. താങ്കൾ ഇൻ്റർവ്യൂ ചെയ്തതാണ് പോന വഴിക്ക്. പക്ഷെ അതിനെ നന്നായിട്ട് മാറിയതിന് ശേഷമാണ് ഞാനിവിടെ വന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു അഭിപ്രായമാണ്. അടുത്ത ഒരാൾ ഡോക്ടർ റൂമിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടനോട് ഞാൻ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, ചേട്ടൻ്റെ വീട് എവിടെയെന്നൊക്കെ. ചേട്ടൻ്റെ വീട് ഏത് ഭാഗത്താ?
വീടെവിടെ? അങ്കമാലിയാണ്. അതെ, പേര് രാമചന്ദ്രൻ. ഇവിടെ ആദ്യമായിട്ട് വരണോ? ചികിത്സ കഴിഞ്ഞതാ. ചികിത്സ കഴിഞ്ഞാണ്. എന്തായിരുന്നു പ്രശ്നം? കാൽമുട്ട് വേദനയായിട്ട് എനിക്ക് ഈ സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ലായിരുന്നു. സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടില് സ്റ്റെയർ കയറാൻ പറ്റില്ല, അത്ര വിഷമമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഡിസംബറിൽ 11-ാം തീയതി ഇവിടെ വന്നത്. ഇപ്പൊ എനിക്ക് 99% ഞാൻ ഓക്കെ, സന്തോഷമാണ്. അതെ, ഇവിടെ കുഴപ്പമില്ല. അതെ, ശരിയാ. എന്ത് ചെയ്യാം, ഓടിക്കയറാം. ഒരു ആത്മവിശ്വാസം നമുക്ക് തിരിച്ചു കിട്ടിയ പോലെ വിശ്വാസം. എനിക്ക് ഇവിടെ വരുമ്പോ മാറുന്നുള്ളൊരു വിശ്വാസം തന്നെയായിരുന്നു പറഞ്ഞു കേട്ടുള്ള. പേരൊന്ന് പറയോ? പേര് ശോഭന. വീടെവിടെ? വീട് കിടങ്ങൂര്, പാലാടത്ത്. അതെ അല്ലേ. എന്തായിട്ടാണ് ഇവിടെ വന്നത്? എനിക്ക് നടുവിന് വേദന ഉണ്ടായിരുന്നു, കൈകാലിന് സന്ധിക്കൊക്കെ വേദന ഉണ്ടായിരുന്നു, മുട്ടിന് വേദന, സ്റ്റെപ്പൊന്നും കയറത്തില്ലായിരുന്നു, പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കാല് വെരിക്കോസിന്റെ വന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ കാലിന് അങ്ങോട്ട് കറുപ്പ് കളർ വന്നായിരുന്നു. അതെല്ലാം മാറി. ചേച്ചിയുടെ പേരൊന്ന് പറയോ? വീട് ഇവിടെ ഇരിങ്ങാലക്കുടയാണ്. ഇവിടെ എന്തായിട്ട് വന്നതാ? ഞാൻ എൻ്റെ മരുമോൻ പണ്ടൊരു 13 വർഷമായി എനിക്ക് മുട്ടുവേദന തുടങ്ങിയിട്ട്. നടക്കാൻ പറ്റില്ല, ഇങ്ങനെ ഞാൻ നിരങ്ങി നടന്നിരുന്നത്. 3 മാസം ആയിപ്പോ. അതിനുശേഷം നടക്കാനും സുഖം, ഒരു കുഴപ്പമില്ല. വളരെ സന്തോഷം. ചേച്ചിയുടെ പേരെന്താ പറഞ്ഞത്? ബിന്ദു. ബിന്ദു എന്നാണ്. ചേച്ചിയുടെ വീട് എവിടെ? കൊട്ടാരക്കര കോക്കാട്. അതെ അല്ലേ. എന്തായിട്ട് വന്ന ഇവിടെ? എനിക്ക് നടുവിന് വേദനയായിട്ടാണ് വന്നത്. എന്നിട്ട് നടുവിന് വേദന വരുമ്പോൾ ഒരു സൈഡ് കൊണ്ട് വളഞ്ഞ് ഇന്നിക്കാൻ മേലാതാവും. കട്ടിലേന്ന് ഒരാളെ സഹായം ഇല്ലാതെ ഇന്നിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. എണീക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. അങ്ങനെ ഏതാണ്ട് 5 വർഷത്തോളം അങ്ങനെ തന്നെ ആയിരുന്നു. 5 വർഷം മറ്റുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ മുമ്പിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തു, 6 ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ ഡിസ്ക് നോക്കി 6 ഇഞ്ചക്ഷൻ എടുത്തു. അത് കഴിഞ്ഞ് കറക്റ്റ് 8 മാസമായപ്പം വീണ്ടും വീണു. അങ്ങനെ നമ്മുടെ അടുത്തൊരു ചേട്ടനാ പറഞ്ഞത് ഇതേപോലെ ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി കൈക്ക് വേദനയായിട്ട് വന്ന് മരുന്ന്. പിന്നെ ആഞ്ചലുണ്ട്, ആങ്ങളയുടെ കടയുടെ അടുത്തൊരാൾ ഇങ്ങനെ നടുവിന് പ്രശ്നമായിട്ട് വന്ന് മരുന്ന് മേടിച്ചു. അവരൊക്കെ കൂടി പറഞ്ഞതാണ്. പത്യം എന്ന് കേൾക്കുമ്പോ നമുക്ക് മടിയായിരുന്നു. ഞാൻ പറയാം എനിക്ക് പത്യൊന്നും പിന്നെ ഇത് നമ്മൾ ഇവരുടെ ആ ഒരു പത്യം സ്വീകരിക്കുന്ന വെച്ചാൽ വേദന അതിവേദന സഹിക്കാൻ ഒരാളെ സഹായം വേദന സഹിക്കാണ്ട് നല്ല പത്യം സ്വീകരിക്കാല്ലെന്ന് തോന്നി. ഇപ്പൊ നല്ല പൂർണ്ണമായിട്ട് തന്നെത്താൻ ഇരിക്കുകയും ചെയ്യുന്ന എല്ലാ പണിയും ചെയ്യും. ഓരോ കുമ്പിളുമ്പോ ഇരിക്കുമ്പോ ഒന്നും ഒരു കുഴപ്പമില്ല, ഉഷാറാണ്. ചേട്ടന്റെ പേരെന്താ പറഞ്ഞു? സാബു. ശരിക്ക് എന്തായിട്ട് വന്ന ഇവിടെ? മുട്ടുവേദനയായിട്ട്. നല്ല പഴക്കമുള്ള മുട്ടുവേദന ഉണ്ടായിരുന്നു. നല്ല നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ വണ്ടിയൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പം എനിക്ക് ഫ്രീ ആയിട്ട് കാല് എല്ലാം മുട്ടെല്ലാം റെഡിയായി വണ്ടി ഓടിക്കുക. ഇപ്പോൾ ലോങ് വണ്ടി ഓടിച്ചു പോയാൽ കുഴപ്പമില്ല. ഒരുപാട് മുന്നേ ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട്. പിന്നെ എനിക്കിത് സർജറി ആണെന്ന് പറഞ്ഞില്ലേ, മുട്ട് ഇന്നത് മാറ്റിയിരിക്കണമെന്നൊക്കെ പറഞ്ഞ ഒരു കേസാണ്. അപ്പോൾ നമ്മൾ കളരി ഗുരുക്കളെ കാണാൻ പോവാണ്. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ നടക്കുന്നത് കാണാൻ പോവാണ്. ഉള്ളിൽ കയറി നമുക്ക് ലൈവായിട്ട് കാണാം അല്ലേ? ഓക്കെ. അപ്പോൾ ഞാനിത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതായത് ആ കളരി മർമ്മ ചികിത്സ നടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അവിടെ ഒത്തിരി പേരെങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അങ്ങോട്ട് നടക്കുമ്പോൾ കൊച്ചി നടക്കുന്നവരൊക്കെ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ചാടിയിട്ടൊക്കെ വരുന്നത് പറഞ്ഞ രൂപത്തിലാണ് ഇവിടെ കുറച്ച് നേരം നിന്നപ്പോൾ കണ്ടത്. കേരളത്തിലത്തെ മാത്രം ആളുകളല്ല ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. പേര്? അഞ്ജലി. മലയാളം കുറച്ച് അറിയുള്ളൂ അല്ലേ? എവിടെയാണ് വീട്? എവിടെ? ചെന്നൈയിലാണ്. ഇവിടെ എങ്ങനെ അറിയുന്നു ഇവിടുത്തെ ഈ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച്? അതല്ലേ. ഇവിടെ വരുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? ബാക്ക് പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ് ആയിരുന്നു. ബാക്ക് പെയിൻ നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോ എന്താ അവസ്ഥ? എന്തപ്പോ അവിടെ നടന്നത് അറിയില്ല. ഇപ്പോൾ ഞങ്ങൾ ഡാൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഡാൻസറാണോ? ഭരതനാട്യം ആണല്ലേ. എന്ത് പറ്റിയ ചേച്ചി കാലുമേ? വേദന? അതെ. മടക്കാൻ പറ്റുന്നില്ല? ബുദ്ധിമുട്ടാണല്ലേ? അതെ. ഇതിന് മുകളിൽ കൂടെ കയറാനൊക്കെ ബുദ്ധിമുട്ടാണല്ലേ? ബുദ്ധിമുട്ടാണ്. അതുപോലെ പള്ളിയിൽ ചെന്ന് മുട്ടുകുത്താൻ ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേച്ചിയുടെ പേരെന്താ? ഫിലോമിന. എവിടെ വീട്? നീലീശ്വരം, മലയാറ്റൂർ. അല്ലേ. ഇപ്പൊ ഇനിയിപ്പോ ഇവിടെ ഗുരുക്കളെ കാണാൻ പോവാണ്. അല്ല ആണല്ലേ? എനിക്കറിയില്ല. അറിയില്ല. അവൻ തിരിച്ചു വരുമ്പോ ഓടാൻ പറ്റുമോ നോക്കാം അല്ലേ? നോക്കാം.
ചേച്ചിയുടെ വീട് എവിടെ? ഞാൻ ഗുജറാത്തിലാണ് താമസിക്കുന്നത്. ഗുജറാത്തിലാണ് താമസിക്കുന്നത്. വീട് എവിടെ? ഇവിടെ കേരളത്തില്? അതെ, ശാസ്താംകോട്ട. ഞാൻ അവിടെ നിന്ന് ചേച്ചി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. കൊച്ചിയിട്ട് വരുന്നുണ്ട്. എനിക്ക് ഒട്ടും നടക്കാൻ വയ്യായിരുന്നു. ഞാൻ കരഞ്ഞായിരിക്കുമായിരുന്നു ഇത്രയും ദിവസം. ഒത്തിരി ദിവസം ആളുകൊണ്ട് കരഞ്ഞിരിക്കുമായിരുന്നു. വേദന സഹിക്കാൻ വയ്യ. ഞാൻ ഒരുപാട് മരുന്നൊക്കെ കഴിച്ചു, ആയുർവേദവും കഴിച്ചു, ഇംഗ്ലീഷ് മരുന്നും കഴിച്ചു, എല്ലാം കഴിച്ചു. ഇപ്പം എന്ത് തോന്നുന്നു? എനിക്ക് ഏതാണ്ട് ആശ്വാസം കിട്ടിയതുപോലെ തോന്നുന്നു. ഇതേമാതിരി ഇങ്ങനെ സ്റ്റെയറൊക്കെ കയറാൻ പറ്റുന്നുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ സ്റ്റെയർ കയറത്തേ ഇല്ലായിരുന്നു. ഞാൻ മുറ്റത്തോട്ടൊന്നും ഇറങ്ങാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഞാൻ വന്നിട്ടിപ്പോൾ ഞാൻ 2-ാം തീയതി വണ്ടി കയറി വന്നിട്ട് എനിക്ക് ഇതുവരെ മുറ്റത്തോട്ട് ഇറങ്ങാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എനിക്ക് ഒട്ടും നടക്കാൻ വയ്യായിരുന്നു. ഞാൻ അവിടെ ഇരുന്നെങ്കിലും വേദന തിന്നിരിക്കുമായിരുന്നു. തടവിത്തട 5 മിനിറ്റിനുള്ളിൽ എന്താ സംഭവിച്ചത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തോ. ചേച്ചി ഓടുന്ന കാണുമ്പോൾ എനിക്കെന്നെ വിശ്വസിക്കാൻ വരുന്നില്ല. കാരണം ഞാൻ ചേച്ചി അവിടെ വരുന്നത് കണ്ടാണ്. ഇപ്പൊ ഓടി വരുന്നു. ചേച്ചിയുടെ കണ്ണിലൊക്കെ വെള്ളം തരുന്നു. എനിക്ക് സങ്കടം സഹിക്കുന്നില്ല. അത്രയും സന്തോഷമുണ്ട്. എനിക്ക് നടന്ന് കയറാൻ പറ്റിയത്. ഞാൻ എൻ്റെ വീട്ടിലും സ്റ്റെപ്പ് കയറാറില്ല. നിന്ന് ഞാൻ പരിപാലിച്ചിട്ടോ വീട്ടിലെ ജോലി ചെയ്തിട്ടോ ഏതാണ്ട് ഒത്തിരി നാളായി. ഏതാണ്ട് 3 മാസത്തിൽ കൂടുതലായി. ഞാൻ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ ആളുകൾക്ക് ഞെട്ടില്ലോ അല്ലേ? അതെ. എത്ര വർഷമായിട്ട് വേദന ഉണ്ടായിരുന്നു? ഈ വേദന ഇപ്പൊ 5-6 വർഷം വർഷമായിട്ട്. ആ വേദന 5 മിനിറ്റ് കൊണ്ട് പോയത്. 5-6 വർഷം. ചേച്ചി ഓടുന്ന കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. ചേച്ചി ഒന്ന് നടന്ന് ഓടുന്നു. അങ്ങോട്ട് നോക്കിയേ വേണ്ട. എങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ വന്ന ചേച്ചിമാരാ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ശരിക്കും ഒരു അത്ഭുതം എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. ഇവരൊക്കെ ഈ ചേച്ചിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കാല് വളയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചിനുണ്ടായിരുന്നു. ആ ചേച്ചി അതുപോലെ സ്റ്റെയർ ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു കാലൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു കാല് നമുക്ക് കിട്ടിയ എന്താ ആണ് അവസ്ഥ ഉണ്ടാവുക. അതുപോലെയാണ് ഇവരുടെ മുഖത്തൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു പുഞ്ചിരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ചേച്ചിനെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിക്കും അതുപോലെ ചേച്ചിയുടെ ആ ഒരു നടത്തം കണ്ടിട്ട് ചേച്ചിയുടെ മോനാണ്, അതുപോലെ തന്നെ ഭർത്താവാണ് അല്ലേ, ഹസ്ബൻഡാണ്. അവർക്കൊക്കെ ഇത് വിശ്വസിക്കാൻ പറ്റാണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ കുറേ ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. ഒത്തിരി ബുദ്ധിമുട്ടി കിട്ടി. ഞങ്ങൾ ആദ്യം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഗുജറാത്തിൽ നിന്നുള്ള വന്നേ. ഞങ്ങളിവിടെ കേരളത്തിൽ 10 ദിവസത്തേക്ക് വന്നേ. എൻ്റെ കൊച്ചിന് ചോറുണ്ണിന് വേണ്ടി വന്നു. അപ്പോൾ ഈ മുട്ടുവേദന കാണുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ചെന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഡോക്ടറെല്ലാം പറഞ്ഞത് മുട്ട് മാറ്റി വെക്കണം എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ. അപ്പം തിരിച്ച് ചെന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്ന്. അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കൊല്ലത്തുനിന്നൂടെ വരും. ഇന്നലെ രാത്രി 6 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ എന്തായാലും ഫൈനൽ ട്രൈ ചെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടത് എന്തായാലും ഫൈനൽ ട്രൈ എന്ന് പറഞ്ഞ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്. ഞങ്ങൾ ഇതുവരെ വിശ്വസിച്ചില്ല ഇത്രയൊക്കെ റിസൾട്ട് വിശ്വസിച്ചില്ല. ഇപ്പം നടന്നു വന്ന് കണ്ടപ്പോഴുണ്ടല്ലോ ഞങ്ങൾക്ക് സത്യം പറയാൻ ഒരു അതിശയം പോലാണ് തോന്നിയിരിക്കുന്നത്. പുള്ളിക്കാർക്ക് ഈ വേദന ഇങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ ഭയങ്കര ദേഷ്യവും ഭയങ്കര വേദനയൊക്കെ. അതൊക്കെ മാറിയിട്ട് മുഖത്തിലൊരു പ്രത്യേക ഒരു സന്തോഷം പോലൊക്കെ തോന്നിയപ്പോഴുണ്ടല്ലോ എനിക്കും അതൊരു വിശ്വാസമാണ്. സന്തോഷം കണ്ടിന്യൂ കണ്ടിട്ട് വരാം. പിന്നെ അത് മാത്രമല്ല ഡോക്ടറെല്ലാം സർട്ടിഫൈ ചെയ്തതാണ്. പിന്നെ മുട്ട് മാറ്റി ഓപ്പറേഷൻ ശിവ കുച്ചിനി അതാണ് അവർ പറഞ്ഞത്. വേറെ വഴിയില്ല, വേറെ വഴി ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് അവര് പറഞ്ഞത്. ആ മടക്കാതെ പോയ കാലം ഒന്നും കാണിച്ച് ഇതായിരുന്നോ? അതപ്പോ ഒരു കുഴപ്പമില്ല അല്ലേ? എനിക്ക് ഒട്ടും വയ്യാത്ത പറ്റുന്നില്ല. കുത്തിയുള്ള ആ വേദനയാണ് എന്നെ മാറി. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ നമ്മള് നേരത്തെ കണ്ട ആ ഒരു 8 കെട്ട് ആ ഒരു വീടുണ്ടല്ലോ, അവിടുന്ന് മറ്റൊരു വീട്ടിലേക്ക് ഇത് 4 കെട്ടാവുന്നു അല്ലേ? അതെ. ഇത് പുതിയതാണ് പഴയതാണോ? പുതിയതാണ്. ഇതുപോലെയുള്ള എപ്പോഴും എന്താ പറയാ ആ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഒരു വീട് കണ്ടപ്പോൾ വളരെ ഭംഗിയൊന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് അറിയാനും അതുപോലെ തന്നെ ആ ഗുരുക്കളെ ഒന്ന് പരിചയപ്പെടാനും വേണ്ടി ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ അനുമതിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഇന്ന് ഇവിടുന്ന് ആ ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പോകാനുള്ളവരാന്ന് പറഞ്ഞല്ലേ? നമസ്കാരം. നമസ്കാരം. ഞാൻ മൈക്കൊന്നും ഇങ്ങനെ വെച്ചോട്ടെ. ഓക്കെ. ഇപ്പോൾ ഇവിടെ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഇവർക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഒക്കെ ഇങ്ങനെ എടുക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇന്ന് സുഖപ്പെട്ട് പോവാണോ? അതെ. ഇപ്പോൾ ഈ ഇരിക്കുന്നവർ ഇപ്പോൾ ഇന്ന് 90 പേര് വന്നു സുഖപ്പെട്ടവർ. അപ്പോൾ അത് ഇവർ പോകുന്നതിന് മുമ്പ് അവരുടെ ഭക്ഷണവും മറ്റ് കാര്യങ്ങളുടെയും ഇനി അവർക്ക് വരേണ്ടവരല്ല. അപ്പോൾ ഇവരുടെ ഭക്ഷണത്തിനകത്തും മറ്റ് ചില കാര്യങ്ങളിലും അവർക്കുള്ള സംശയങ്ങൾ മാറ്റി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇവിടുത്തെ നിത്യേനയുള്ള കാഴ്ചയാണ്. അതെ. ഞങ്ങൾക്ക് പറയാനുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിനകത്ത് 2 വ്യക്തികളുണ്ട്. പ്രമേഹം വളരെയധികം ഉയർന്നു നിന്ന് ഈ ചികിത്സ അവർ പ്രമേഹത്തിനല്ല ചികിത്സിച്ചത്. പക്ഷേ ചികിത്സ കഴിഞ്ഞപ്പോൾ അവരുടെ പ്രമേഹം അത്ഭുതകരമായിട്ട്, അത്ഭുതം എന്ന് പറഞ്ഞാൽ ആരായിരുന്നു 2 പേര്? ഒന്ന് നമ്മൾ, പിന്നൊന്നാരായിരുന്നു? എത്രയായിരുന്നു പ്രമേഹം?
എൻ്റെ 369 അവിടെ പ്രമേഹം. ഇപ്പം 98 100ആയി. ഇവർക്ക് ഞാനിവിടെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുത്തത് അതാ, ഭക്ഷണം ശരിയായിട്ട് ക്രമീകരിച്ചാൽ നമുക്ക് ഈ അവസ്ഥയിലേക്ക് വരാം. ഇദ്ദേഹവും അതേപോലെ ഉയർന്ന പ്രമേഹം നോർമലായ ഒരാളാണ്. ഇതിനൊരു പുറകിൽ മനുഷ്യൻ്റെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, മനുഷ്യൻ്റെ ശരീര രചനാശാസ്ത്രവും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ചലനത്തിൻ്റെ ശാസ്ത്രവും, അനാട്ടമിയും ഫിസിയോളജിയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോ ശരീരത്തിലെ നാഡീഞരമ്പുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ 2 മിനിറ്റ് കൊണ്ട് സുഖപ്പെടുന്നത്, അങ്ങനെ സുഖപ്പെടാത്തവരുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ അങ്ങനെ സുഖപ്പെടുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഈ കയ്യിലെ കുഴ താഴേക്ക് ഊരിപ്പോയാൽ അത് പിടിച്ച് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നേരെയാവും എന്ന് പറയുന്നത് പോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പ്രവർത്തിക്കാതെയാകും. അതിനെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് എന്തുകൊണ്ട് പ്രവർത്തിക്കാതെയായി ആ കാരണം അവരെ മനസ്സിലാക്കി കൊടുത്ത് ആ കാരണത്തിനെ മാറ്റുന്നതാണ് യഥാർത്ഥ ചികിത്സ. അല്ലേ? ഇപ്പം ഇവിടെ വരുന്ന അത് ഒരു 100 ആളുകളാണെങ്കിൽ ആ 100 പേർക്കും സുഖപ്പെടണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇല്ല. ഈ 100 പേര് വന്നാൽ ഒരു 20 പേർക്ക് സുഖപ്പെടാതെ ഇരിക്കാം. ഒരു 80 പേര് നിശ്ചയമായിട്ടും സുഖപ്പെട്ടിരിക്കും. ഇപ്പോൾ ആംബുലൻസിൽ കൊണ്ടുവന്നാലും ഇനി വാക്കറിനകത്തും വീൽ ചെയറിനകത്തും ഒക്കെ വരുന്ന, ഇതിങ്ങനെ വെറുതെ പറയുന്നതല്ല. ഇവിടെ ഒരു റൂമിൽ ഈ റൂമിനകത്ത് ഇതിൻ്റെ ഫയലുകൾ മാത്രം സൂക്ഷിച്ചിരിക്കുക. ഇതിനെക്കുറിച്ച് ഇവിടെ ഈ സുഖപ്പെടുന്നതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് മറ്റ് ആയുർവേദ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇവിടേക്ക് പ്രൊഫസർമാർ വിസിറ്റ് ചെയ്യുന്നുണ്ട്. എത്ര വർഷമായിട്ടുണ്ടാവും നമ്മുടെ ഈ ഗുരുകുലം? ഇത് 8 വർഷം കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാപകൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണോ അതല്ലെങ്കിൽ? അല്ല, ഇതൊരു ഗുരുവിൻ്റെ സങ്കല്പത്തിൽ ആദ്യം ഇത് എറണാകുളത്തായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം ഉണ്ടായിരുന്നത്. പിന്നീട് ഞാനും എൻ്റെ ചില പരിചയക്കാരും ഒക്കെ ആയിട്ട് ഇവിടെ അവരുടെയും കൂടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇവിടെ ആരംഭിക്കുന്നത്. ആരംഭിച്ചിട്ട് ഇത് പിന്നീട് ട്രസ്റ്റായ സമയത്ത് ഇപ്പോൾ ആ ട്രസ്റ്റാണ് നോക്കുന്നത്. ഒരു വ്യക്തിയുടെ അങ്ങനെ അല്ലല്ല, ഒരു വ്യക്തിയോ ഒരു മുതലാളിയോ. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ വരാനുണ്ടായ ഒരു കാരണം, ഞാൻ ആ വീഡിയോ തുടക്കത്തിൽ തന്നെ നമ്മൾ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് 2 അഭിപ്രായമാണ്. ഞാൻ വീഡിയോസ് കുറേ കണ്ടിരുന്നു, കുറേ പേരുടെ വീഡിയോസ് കണ്ടിരുന്നു, ഇവിടെ വരുന്നവരൊക്കെ വീഡിയോസ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ കണ്ടിരുന്നു. അതിൽ തന്നെ ഇതിലേക്ക് അങ്ങനെ കമൻറ്റ് കാണാം, പൂർണ്ണമായിട്ട് ഭേദപ്പെട്ടവർ ഇങ്ങനെ ഒരു സ്ഥാപനം കാണിച്ചതിന് വളരെ സന്തോഷം എന്നുള്ള രൂപത്തിൽ കമൻറ്റുകൾ കാണാം. അതിലുപരി അതേമാതിരി തന്നെ കുറച്ച് ആളുകൾ, ഞാനവിടെ പോയി എനിക്ക് അതിന് റിസൾട്ട് ഒന്നും ഉണ്ടായില്ല, ഇതൊരു തട്ടിപ്പാണെന്നൊരു രൂപത്തിൽ ഞാൻ ഓപ്പണായിട്ട് പറയണം കേട്ടോ. ഇത്ര ആളുടെ മുന്നിൽ വെച്ച് ഓപ്പണായിട്ട് സംസാരിക്കാണ്ട് പോകുന്നില്ലോ, അങ്ങനെയും പറയുന്നുണ്ട്. അതെന്താണ് ശരിക്കും അങ്ങനെ ഈ 2 വ്യക്തികൾക്ക് റിസൾട്ട് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? കുറച്ച് ആളുകൾക്ക് റിസൾട്ട് ഇടുന്നു, കുറച്ച് ആളുകൾക്ക് റിസൾട്ട് ഇടുന്നത്. ഈ 2 വിഭാഗക്കാർ എന്താണെന്നുള്ള എനിക്ക് അതിൻ്റെ 2 വിഭാഗം എന്ന് പറഞ്ഞാൽ, അതിവാർദ്ധക്യം സംഭവിച്ച ചില വ്യക്തികൾ, അവർക്ക് നമ്മളിവിടെ വരുമ്പം തന്നെ അവരെടുത്ത് പറയും മാറത്തില്ല, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണ്ട എന്ന് പറയും. പക്ഷെ എന്നാലും ചിലർ വന്ന് കയറി ട്രീറ്റ്മെൻറ്റ് ചെയ്യും. നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാവരുടെ അടുത്തും ഞാനാണ് അവരോടത്ത് സംസാരിച്ചിട്ടുള്ളതെങ്കിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് സുഖപ്പെടുമെന്ന്. അതെ, ഇവരുടെ അടുത്തൊക്കെ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സുഖപ്പെടും. നമുക്കറിയാം ഒരാൾ കണ്ടാൽ. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതൊരു ഹോസ്പിറ്റലാണ്, നിയമപരമായി എല്ലാ അംഗീകാരങ്ങളും ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെ വരുന്ന എല്ലാവരെയും ചികിത്സിക്കേണ്ടത് നിയമപരമായിട്ടുള്ളൊരു ബാധ്യതയാണ്. അല്ലാത്ത ഒരാളിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ വൈദ്യസഹായം നിഷേധിച്ചു എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്ന വ്യക്തികളെ ചികിത്സിക്കും, നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 100 പേര് വന്നാൽ അതിൽ 80 പേര് സുഖപ്പെടും, 20 പേർക്ക് സുഖപ്പെടാനുള്ള നമുക്ക് ജനങ്ങളെ കബളിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഈ വാടകയ്ക്കോ പണം കൊടുത്തോ ഈ ജനങ്ങളെ ഒന്നും സംഘടിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. ആകെ വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റ് ഒരു 10 50 നെഗറ്റീവ്. അപ്പോൾ 600 കമൻറ്റിനകത്ത് 40 നെഗറ്റീവ് കമൻ്റ് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ഐഡികളൊക്കെ ഒന്ന് പരിശോധിച്ചു. അതിൽ ഭൂരിപക്ഷവും വ്യാജ ഐഡികളും ഇതിനെക്കുറിച്ച് അറിയാത്ത ചില ആൾക്കാരുടെയും കമൻറ്റാണ്. ഒരു ദിവസം മിനിമം നമുക്ക് നോക്കാൻ പറ്റുന്നത് ഒരു 100 പേരെയാണ്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ,
ഇപ്പോൾ ശശി തരൂർ അവരുടെ ഓഫീസിൽ നിന്ന് എല്ലാ മാസവും ഒരു 5 പേർക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വിളിക്കും. പിന്നെ ഓരോ MLA വിളിക്കും, നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കും. അതിനുശേഷം അവരുടെ അപ്പോയിൻമെൻറ്റ് കൊടുക്കും, പോലീസ് ഓഫീസർമാർ വിളിക്കും. അപ്പം ഇത്തരത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ വരും. അപ്പോൾ പരമാവധി ഒരു ദിവസം ഞങ്ങൾക്ക് 200 പേരെ വരെ നോക്കാൻ പറ്റും. സ്വസ്ഥമായിട്ടാണെങ്കിൽ 100 പേരെയാണ് നോക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ തുടക്കകാലത്ത് 2 പേര് മാത്രമാണ് ചികിത്സിക്കാൻ അറിയാവുന്നവർ. ഇപ്പോൾ ഈ വിദ്യ അറിയാവുന്ന 15ഓളം, അതിൽ കൂടുതലും സ്ത്രീകളാണ്. ഈ വിദ്യ നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുന്നതാണ്. നമ്മൾ പകർന്നു കൊടുക്കുന്നതാണ് കാര്യം. ഈ വിദ്യ എങ്ങനെ വന്നു എന്ന് ഒന്ന് പറയാം. അതായത് ഇപ്പോൾ ഇതൊരു അറിവ് തന്നെയാണല്ലോ. അപ്പോൾ ഇത് ശരിക്കും വരാൻ ഇതെങ്ങനെയാണ് ഈ ഒരു സ്ഥാപനം വരുന്നത്, അതിനെ കുറിച്ച് ചുരുങ്ങിയിട്ട് പറയുകയാണെങ്കിൽ? ഈ വിദ്യ അഗസ്ത്യ മഹർഷിയാൽ ആരംഭിച്ചു എന്നാണ് നമ്മളുടെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അഗസ്ത്യ മഹർഷി അദ്ദേഹത്തിൻ്റെ തപസ്സിലൂടെ ഈ വിദ്യയെ കണ്ടുപിടിച്ചത് എനിക്ക് കാറ് വാങ്ങാനും എനിക്ക് വീട് വെക്കാനും എനിക്ക് എൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും അല്ല, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അടിസ്ഥാനമായ ഉദ്ദേശശുദ്ധിയാണ് ഒരു ഗുരു നമുക്ക് തരുന്നത്. അങ്ങനെയാണ് നമ്മളുടെ ഒരു ഗുരുവാണ് ഇതിൻ്റെ നമ്മൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഈ ഉദ്ദേശശുദ്ധി നമ്മളിലേക്ക് പകരുന്നത്. ഗുരുവിൻ്റെ പേര് അദ്ദേഹത്തിനെ ഞങ്ങൾ ശ്രീ ഗുരു എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരു പാണാവള്ളി സുധീർ വൈദ്യരാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു കോട്ടയത്തുള്ള സാമുവലാശാനാണ്. സാമുവലാശാൻ 1964 അന്തരിച്ചു. സാമുവലാശാൻ ചെങ്ങന്നൂരിൽ നിന്ന് കോട്ടയത്ത് വന്ന് താമസിച്ച CSI ചർച്ചിൻ്റെ ഒരു സുവിശേഷ പ്രവർത്തകനായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നാൽ സാമുവലാശാനിൽ നിന്ന് തുടങ്ങി ക്രൈസ്തവ മതത്തിൽപ്പെട്ട സാമുവലാശാനും മറ്റ് ജാതി എന്താണെന്നറിയാത്ത ഗുരുക്കന്മാരും ഒക്കെ ചേർന്നിട്ടാണ് ഈ മുട്ടിൻ്റെ ചികിത്സ എന്നെ പഠിപ്പിച്ചു തന്നത്. ഊളംപാറയിൽ നിന്ന് ചാടി വന്നു എന്ന് പറയുന്ന കാലൊക്കെ പഴുത്ത് പൊട്ടിയിരിക്കുന്ന ഒരു സ്വാമി ആണ് എന്നെ ഈ മുട്ടിൻ്റെ ചികിത്സ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇതാണ് ഈ ചികിത്സയുടെ ഈ പാരമ്പര്യത്തിന് എത്തി നിൽക്കുന്നത്. നമ്മുടെ അറിവ് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക ഉറപ്പായിട്ടും. കാരണം ഇവിടെ അത് അന്യം നിന്ന് പോകരുത്. ഇപ്പോൾ സാധാരണയായിട്ട് കാണുന്ന ഈ മേഖലയിലുള്ളൊരു പ്രവണത എന്നെപ്പോലെ വേറൊരാളുണ്ടായാൽ, അതുകൊണ്ടാണ് ഇത് രഹസ്യമായിട്ട് അടച്ച മുറിയിലാക്കുന്നത്. ഞങ്ങൾ ഇവരൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് 10-15 പേര് പഠിക്കുന്നവർ ചുറ്റും നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനം സ്ത്രീകളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മർമ്മചികിത്സയുടെ മേഖലയിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവായതുകൊണ്ട് സ്ത്രീകൾ തന്നെ ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് മാറി വന്നു. അപ്പോൾ ഇതൊരു പുരുഷാധിപത്യമുള്ള കാര്യവുമല്ല. അങ്ങനെയാണ്. അതിങ്ങനെ ഇവിടെ പഠിക്കാൻ വരുന്നവർക്കാണ് പഠിപ്പിക്കുന്നത്, അതോ നമ്മൾ അവരെ കണ്ടെത്തിയിട്ട്? ഞാൻ കണ്ടിരുന്നു അവരൊക്കെ ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വന്നാന്ന് എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ ഇവരുടെ ആ ഒരു കുടുംബത്തിലൊരു അംഗമായിരുന്നു എന്ന് പറഞ്ഞു. അവർ കുറേ കുട്ടികളെ കണ്ടിരുന്നു. അപ്പോൾ അവരെങ്ങനെയാണ് ഇവിടെ ഒരു അംഗമായി? അതായത് ഇപ്പോൾ ഈ ചികിത്സിക്കാൻ വരുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്ന സമയത്താണ് പലരും നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ ചിലരുടെ അടുത്ത് നമ്മൾ പറയും ഇത് പഠിക്കുന്നോ, ഇത് പഠിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ മറ്റുള്ളവരെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നത്. വളരെ സന്തോഷം അത് കേൾക്കുമ്പോൾ. അല്ലേ, എല്ലാവരും ഒരു കൈ കൊടുക്കുക, ക്ലാപ്പ് കൊടുക്കുക. കാരണം അവരുടെ ഈ സന്തോഷത്തിൻ്റെ ക്ലാപ്പുകളാണ് ഇപ്പോൾ നമ്മൾ, അതായത് ആ കയ്യടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരിവിടെ വന്നവരെ രോഗം മാറി പോകുമ്പോൾ അവരുടെ മുഖത്ത് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് ഞാൻ അവിടെ കണ്ടാണ്. ഞാൻ 1-2 ആളോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ചികിത്സ പഠിക്കുന്ന പല പ്രായത്തിലുള്ളവരുണ്ട്. അപ്പോൾ ഇത് സാറമോളുടെ വീട് ഇവിടെ തന്നെയാണ്, പെരുമ്പാവൂരാണ്. സാറ നല്ലൊരു പാട്ടുകാരിയും ഒക്കെയാണ്. സാറയ്ക്ക് MBBS അല്ലെങ്കിൽ BAMS വൈദ്യം പഠിക്കണം. അതിനുവേണ്ടി സാറ ഇപ്പോഴേ വന്നിരുന്ന് ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നിടത്ത് വന്നിരുന്ന് ആ വൈദ്യനും രോഗിയും തമ്മിലുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതിയെടുത്ത് ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ശരി. ഞാനൊരു മോനെ കൂടി ഇവിടെ പരിചയപ്പെടുന്നു. ആ മോനൊന്ന് പരിചയപ്പെടുത്തുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. മോനൊന്ന് വരുമോ? ഞാൻ ഇവിടെ ആദ്യം ഒന്ന് കയറി ചോദിച്ചിരുന്നു കേട്ടോ. അതായത് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തോട്ടെ എന്നുള്ളത്. അപ്പോൾ ഈ മോനെ നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു അടുത്തൊരു ബന്ധു അല്ലെങ്കിൽ മോനോ ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ കുറിച്ചിട്ട് നമുക്കൊന്ന് കേൾക്കട്ടെ. ഈ മോൻ എങ്ങനെ ഇവിടെ എത്തിയത്? ഇവർ പോലും ആദ്യമായിട്ടും കേൾക്കുന്നുണ്ടാവട്ടെ. ഇവൻ കോന്നിയിലല്ലേ മോനെ? കോന്നിയില്ല അവൻ്റെ വീട്. ഇവൻ്റെ അമ്മ മുമ്പ് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നതാണ്.
അപ്പോൾ ആ കുടുംബത്തിൻ്റെ നട്ടെല്ലായിട്ടുള്ള വളരെ മിടുക്കിയ ഒരു സ്ത്രീ അങ്ങനെ തളർന്നു പോയി. അവർ നമ്മൾ ചികിത്സിച്ച് സുഖപ്പെടുത്തി. അവരിപ്പോൾ നമ്മളുടെ ഒരു കുടുംബാംഗമാണ്. അപ്പോൾ അവരിപ്പോൾ എന്തോ തോളിന് എന്തോ തട്ടി പരിക്കേറ്റിട്ട് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ ഇവൻ കൂടെ ഉണ്ടായിരുന്നു. ഇവൻ്റെ ലക്ഷണമൊക്കെ കണ്ടിട്ട് ഇവൻ നല്ലൊരു നിലയിലേക്ക് എത്താനുള്ള എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ അതേ മനസ്സ്, അതേ ചിന്ത, എൻ്റെ കഴിവ് ഞാൻ ഇവന് പകർന്നു കൊടുക്കുന്നു പറഞ്ഞു. ഓഫ്, ആ ഒരു മനസ്സ് വളരെ സന്തോഷം. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ. കാരണം അങ്ങനെ ഒരു അറിവ് ഇവനെ കണ്ടെത്തി. ഇവനാണെങ്കിൽ ഈ മോനാണെങ്കിൽ അതിനുള്ള താല്പര്യമുണ്ട്. മോനെ അമ്മ ഇങ്ങനെ നടന്നു വരുന്നുണ്ടപ്പോൾ ഞെട്ടിന്നതിനോട് ഇവിടെ വന്നു പറഞ്ഞു. എന്തെങ്കിലും സംഭവം അത് പറയും. ഞാൻ പപ്പയുടെ കൂടെ വെളിയിൽ പോയേക്കുമായിരുന്നു. അന്നൊരു ദിവസം മമ്മി വരുമെന്നൊന്നും പറഞ്ഞില്ല. ഇന്ന് ട്രീറ്റ്മെന്റിനായിരുന്നു. നടക്കാതെയാണ് ഇങ്ങോട്ട് വന്നത്. മമ്മി അഡ്മിറ്റ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കോന്നി പോയായിരുന്നു സാധനം മേടിക്കാൻ. അന്നേരം തിരിച്ചു വന്നപ്പോൾ അമ്മയൊക്കെ ചിരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെയൊക്കെ നോക്കി ആരും കണ്ടില്ല. അന്നേരം ബായി ഇരിക്കുന്ന കണ്ടു. അത് കഴിഞ്ഞ് മമ്മി ഇറങ്ങി വന്നു. ശരിക്കും ഇവിടെ അഡ്മിറ്റ് ആയി കിടന്ന ആള് വീട്ടുകാരെ അറിയിക്കാതെ ബസ്സിൽ കയറി തിരിച്ച് വീട്ടിൽ പോയി. അത് വീട്ടുകാരൊക്കെ കണ്ട് ആ ഞെട്ടല് ഉണ്ട്. അപ്പോൾ ഇത്തവണ വന്നപ്പോൾ ഇവനെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിർത്താൻ പറഞ്ഞു. ഇവൻ ഈ ചികിത്സ പഠിക്കാനും ഇത് ചെയ്യാനും യോഗ്യനായിട്ടുള്ള ഒരാളായിട്ട് തോന്നി. ഇങ്ങനെയാണ് ഇവിടെ നിൽക്കുന്ന ഇവൻ. ബാക്കി കുട്ടികളെന്ന് പറയുന്നത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നവരാണ്. അവരൊക്കെ ഇപ്പോൾ ഓടുകയും ചാടുകയൊക്കെ ചെയ്യും. ഞങ്ങളുടെ ഒരു സന്ദേശമുണ്ട്, അതൊരു പാട്ടായിട്ടാണ്. ആരോഗ്യദീപം ഒന്ന് പാടി രണ്ടുപേരി. ആരോഗ്യദീപം കൊളുത്തു, ആരോഗ്യദീപം കൊളുത്തു, സ്മൃതിക്കപ്പുറം ജീവദൗത്യം വളർത്തു, അപരൻ്റെ ഹൃത്തിൽ പകർത്തു സ്വജീവൻ്റെ സ്നേഹം, ആരോഗ്യദീപം കൊളുത്തു. സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി 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 അടിപൊളി. ഇവിടുത്തെ ഓരോരുത്തരെ വിളിച്ചാലും സ്പെഷ്യൽ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രത്യേകം കഴിവുള്ളതോ ഏതെങ്കിലും ഒരു കഥയുള്ളവരായിരിക്കും ഇവിടെ നിൽക്കുന്നവർക്ക്. ഇവിടെ നിൽക്കുന്നതൊക്കെ അത് നമ്മുടെ അതേ ചിന്താഗതിയുള്ള കുറെ പേര്. അപ്പൊ ഒരു കുടുംബത്തിലേക്ക് ആളുകൾ ഇങ്ങനെ വന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആണ്. അപ്പൊ ഈ ഒരു കുടുംബത്തിൽ ഇനി ഒരുപാട് പേര് വന്ന് ഈ ലോകത്തിൽ തന്നെ ഒരു മാതൃക ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. നമ്മളിവിടെ വരുന്ന സമയത്ത് ഇതൊരു വലിയൊരു നെഗറ്റീവ് സ്ഥാപനമൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ ആളുകൾ ആ ഒരു ചികിത്സ കഴിഞ്ഞ് പോകുന്നതും നിങ്ങളുടെ ആ ഒരു ചിന്താഗതി കണ്ടപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നേരത്തെ എത്താൻ കഴിഞ്ഞില്ല എന്ന് വരെ തോന്നിപ്പോയി. അപ്പം എന്നാൽ സുഹൃത്തുക്കളെ, ഇവിടെ ആ ഒരു നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാലൊന്നും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ച് ചോദിച്ച് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നിങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ ഒക്കെ വന്ന് ചികിത്സിച്ച് പോവുക അല്ലേ? അതിനാണ്. അപ്പം എന്നാൽ സുഹൃത്തുക്കൾ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വളരെ സന്തോഷം.